എന്റെ ഒരു ഗ്രാൻഡ് ഫാദർ ഉണ്ട്. ഇപ്പൊ 82 വയസ്സായി. നേരത്തെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഈയിടെയായി എപ്പോഴും വെള്ളം അടിക്കും. ഈയിടെ തുടങ്ങിയ അസുഖം. മൂന്നാം പക്കം എന്ന സിനിമയിൽ രഞ്ജിത്ത് എന്ന അശോകൻ അഭിനയിച്ച കഥാപാത്രം പാച്ചു എന്ന ജയറാമിനോട് പറയുന്ന ഒരു രംഗമാണിത്. തിലകൻ അഭിനയിച്ച തമ്പി എന്ന കഥാപാത്രം വളരെ ഫെമിലിയർ ആയിട്ടുള്ള ക്യാരക്ടറൈസേഷനാണ്. ജീവിതത്തിനെ വളരെ ലളിതമായി കാണുന്ന ഒരാൾ. എന്നാൽ അയാളുടെ ജീവിതം ഒട്ടും ലളിതമല്ലതാണ്. തുടർച്ചയായ ഒരുപാട് നഷ്ടങ്ങൾ, പ്രിയപ്പെട്ടവർ ഓരോരുത്തരായി ഒന്നിനു പുറകെ ഒന്നായി മരണപ്പെടുന്നു. അത് കണ്ടു നിൽക്കേണ്ടി വരുന്നു. തനിച്ച് താമസിക്കുന്നയാൾ, തികച്ചും ഏകാന്തനായ ജീവിതം. എന്നാൽ അടുത്ത കൂട്ടുകാർ ചുറ്റുമുള്ള സപ്പോർട്ടിൽ ജീവിതം തുടരുന്നു. പാച്ചുവിന്റെ മരണശേഷം അയാളുടെ ജീവിതം എങ്ങനെയായിരുന്നിരിക്കും? എന്തുകൊണ്ടായിരിക്കും രഞ്ജിത്തിന്റെ ഗ്രാൻഡ് ഫാദർ 82ാമത്തെ വയസ്സിൽ മദ്യപാനിയായത്? ഉത്തരങ്ങൾ തേടി തുടങ്ങും മുന്നേ ഒരു അനുഭവം കൂടി പറയാം. ആരോഗ്യമുള്ള വ്യക്തികൾ ആരോഗ്യമുള്ള കുടുംബങ്ങളെയും, ആരോഗ്യമുള്ള കുടുംബങ്ങൾ ആരോഗ്യമുള്ള സമൂഹത്തെയും സൃഷ്ടിക്കുന്നു. ശരീരവും മനസ്സും സമൂഹവും ഒരുപോലെ ആരോഗ്യമുള്ളതാക്കാം. ലെറ്റ്സ് നോട്ട് ജസ്റ്റ് ക്യൂർ ഡിസീസസ്, ലെറ്റ്സ് സോൾവ് ദ റിയൽ പ്രോബ്ലംസ് ആൻഡ് റീഡിഫൈൻ ഹെൽത്ത് ടുഗദർ. ആദ്യം ആരോഗ്യം. കഴിഞ്ഞ ആഴ്ച ഞാനൊരു 93 വയസ്സുള്ള ഒരാളുടെ ഒരു പേഷ്യന്റിനെ കാണാൻ പോയി. അദ്ദേഹം ഒരു UK സിറ്റിസൺ ആണ്. വീട്ടിൽ അദ്ദേഹവും ഭാര്യയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നു. ചുവരിൽ ഫാമിലി ഫോട്ടോസ് ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഊഹിച്ചു ഇയാളുടെ മക്കളൊക്കെ അബ്രോഡ് ആയിരിക്കും. അപ്പോൾ കാഷ്വലായിട്ട് ചോദിച്ചു, മക്കളൊക്കെ എവിടെയാണ്? അപ്പോൾ അയാൾ പറഞ്ഞു 1990കളിൽ അയാളുടെ മോൾ ഇതേപോലെ UK വെച്ച് മരണപ്പെട്ടു. അവരെ അടക്കിയിരിക്കുന്നത് നാട്ടിലാണ്. അതിനുശേഷം അവർ ഈ നാട് വിട്ട് എങ്ങോട്ടും പോയിട്ടേ ഇല്ല. വാർദ്ധക്യകാലത്തെ ഏകാന്തത വളരെ കോംപ്ലക്സ് ആയ ഒരു ടോപ്പിക്കാണ്. പക്ഷേ അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അഡ്രസ് ദിസ് ഇഷ്യൂ. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഏകാന്തത, അൺലെസ് ഇറ്റ് ഇസ് പ്ലാൻഡ് ആൻഡ് ഇറ്റ് ഇസ് അക്കോർഡിംഗ് ടു എ പേഴ്സൺസ് വിഷ്, അവരുടെ ആരോഗ്യത്തെയും ജീവിത നിലവാരത്തെയും മോശമായി ബാധിക്കാം. വേൾഡ് വൈഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിൽ ഒരു 30% ആൾക്കാരും ലോൺലിനെസ് അനുഭവിക്കുന്നുണ്ട്. പ്രായമായവരിൽ ലോൺലിനെസ്സിന് പല പല കാരണങ്ങളുണ്ട്. അത് സാമൂഹിക ബന്ധങ്ങളുടെ കുറവ് കാരണമാവാം, പ്രിയപ്പെട്ടവരുടെ മരണമാകാം, ശാരീരിക ബുദ്ധിമുട്ടുകളാവാം, കാഴ്ച കേൾവി പരിമിതിയാവാം, റിട്ടയർമെന്റ് ആകാം, അല്ലെങ്കിൽ കുറഞ്ഞ സാമ്പത്തിക സ്ഥിതിയാവാം, ഗ്രാമങ്ങളിൽ താമസിക്കുന്നതുകൊണ്ടാവാം, യാത്രാ സൗകര്യങ്ങളുടെ കുറവ് കൊണ്ടാകാം, പ്രായമായവരോടുള്ള കാഴ്ചപ്പാടിലെ മാറ്റങ്ങൾ കൊണ്ടാകാം, അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രധാനമായ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുകൊണ്ടാവാം. ഇതൊക്കെ ഏകാന്തതയ്ക്ക് കാരണമാകാം. ഈ കാരണങ്ങളിൽ പലതും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഉദാഹരണത്തിന്, ആരോഗ്യം മോശമാകുമ്പോൾ സാമൂഹിക ബന്ധങ്ങൾ കുറയുകയും അത് ഏകാന്തത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സാമൂഹിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിന് തടസ്സമുണ്ടാകുകയും ഏകാന്തതയിലേക്ക് അത് നയിക്കുകയും ചെയ്യാം. ജോലിയിൽ നിന്ന് വിരമിക്കുന്നത് ഒരു പ്രധാന ജീവിത മാറ്റമാണ്. ഇത് പലപ്പോഴും ജോലി സ്ഥലത്തുള്ള സാമൂഹിക ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തുകയും ഏകാന്തതയ്ക്ക് കാരണമാവുകയും ചെയ്യാം. വെറുതെ ഒറ്റയ്ക്കിരിക്കുന്നതിനെ അല്ല ഏകാന്തത എന്ന് പറയുന്നത്. അത് ഒരു പേഴ്സണൽ ഫീലിംഗ് ആണ്. അത് മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ ആ ബന്ധങ്ങളിൽ തൃപ്തി ഇല്ലാത്തതുകൊണ്ടും ആകാം. പലയിടത്തും കാണുന്നൊരു പ്രശ്നം വീട്ടിലെ പ്രായമായവരും മറ്റുള്ളവരും തമ്മിലുള്ള ചേർച്ചക്കുറവാണ്. വാശി, ദേഷ്യം, അക്ഷമ എന്നിങ്ങനെ സാഹചര്യങ്ങൾ വഷളാക്കുന്ന പെരുമാറ്റങ്ങൾ, അത് പേഷ്യൻ്റെ സൈഡിൽ നിന്നും ഉണ്ടാവാം, കെയർ ഗിവറിൻ്റെ സൈഡിൽ നിന്നും ഉണ്ടാവാം. ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വലിയ മാനസിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. ചുറ്റും ആൾക്കാരുണ്ടെങ്കിലും അവർ വളരെ ലോൺലി ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകുന്നു. ഇത് കാരണം മാനസികമായിട്ടും ശാരീരികമായിട്ടും രണ്ട് ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാകേണ്ടി വരും. ഇനി വീണ്ടും സിനിമയിലേക്കൊന്ന് തിരിച്ചു പോകാം. തമ്പി എന്ന കഥാപാത്രത്തിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഒന്നാണ് അദ്ദേഹം ബന്ധുക്കളൊന്നും കൂടെ ഇല്ലെങ്കിലും ചുറ്റുമുള്ള മനുഷ്യരുടെ ഇഷ്ടങ്ങൾ തിരിച്ചറിയുകയും അവർക്കൊപ്പം തനിക്കാവും വിധം നിൽക്കുകയും ചെയ്യുന്നു. സുഹൃത്തിന്റെ മകളും കൊച്ചുമകന്റെ കാമുകിയുമായ ഭദ്രയുടെ ലൈബ്രറി ഓർഗനൈസ് ചെയ്യുന്നു. അവർക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ നൽകുന്നു. പാച്ചു മരിക്കുമ്പോഴും സ്വയം അങ്ങേയറ്റം വേദനയിലിരിക്കുമ്പോഴും ഭദ്രയെ ആശ്വസിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. ഭദ്രയെ ആശ്വസിപ്പിക്കാനായി സുഹൃത്തിനോടൊപ്പം അയാൾ കാറിൽ ചെല്ലുമ്പോൾ അദ്ദേഹം സുഹൃത്തിനോട് പറയുന്നു, ആ മൂന്ന് പിള്ളേരുടെ ഈ കുഞ്ഞിന്റെ ഒക്കെ വിഷമം നോക്കുമ്പോ നമ്മൾ വിഷമിക്കാൻ പാടുള്ളതല്ല. നമുക്ക് പ്രായമായില്ലേ, കുറെയൊക്കെ കണ്ടു കഴിഞ്ഞില്ലേ എന്ന് അയാളുടെ വാക്കുകളിൽ നിരന്തരം നഷ്ടങ്ങൾ കണ്ടു മരവിച്ച മനസ്സിന്റെ മുറിപ്പാട് കാണാം. ജപ്പാനിൽ 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിൽ ഏകദേശം 30% ആൾക്കാർ ഏകാന്തത അനുഭവിക്കുന്നു. ശ്രദ്ധേയമായ കാര്യം, ജപ്പാനിലെ പ്രായമായവരെക്കാളും കൂടുതൽ ഏകാന്തത അനുഭവിക്കുന്നത് യുവജനങ്ങളാണ്. ഇന്ത്യയിലും ഈ വിഷയം വർദ്ധിച്ചു വരുന്നതായി നമുക്ക് കാണാം.
ചുരുക്കത്തിൽ ഏകാന്തതയുടെ ഈ വ്യാപനം ലോകമെമ്പാടുമുള്ള പ്രായമായ ആൾക്കാരെ ബാധിക്കുന്ന ഒരു പ്രധാന പൊതുജനാരോഗ്യ പ്രശ്നമാണ്. പ്രായമായവരിലെ ഏകാന്തത അവരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു. ഇത് വിഷാദം, ഉത്കണ്ഠ, ഡിമെൻഷ്യ, ആൽഷിമേഴ്സ് ഡിസീസ് എന്നിവയ്ക്ക് ഉള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. കൂടാതെ ഹൃദ്രോഗം, പക്ഷാഘാതം, ഉയർന്ന രക്തസമ്മർദ്ദം, ദുർബലമായ രോഗപ്രതിരോധ ശേഷി, അമിതവണ്ണം തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങളിലേക്കും ഇത് നയിച്ചേക്കാം. ഈ വെല്ലുവിളിയെ മറികടക്കാൻ സാമൂഹിക കൂട്ടായ്മകൾ, സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, മനഃശാസ്ത്രപരമായ പിന്തുണ, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ, ചികിത്സ, സന്നദ്ധ പ്രവർത്തനം തുടങ്ങിയ വിവിധ ഇടപെടലുകളിലൂടെ കഴിയും. ഏകാന്തതയെക്കുറിച്ചുള്ള സാംസ്കാരികമായ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കുകയും ഓരോ സമൂഹത്തിന്റെയും പ്രത്യേകതകൾ അനുസരിച്ച് പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്യേണ്ടതുണ്ട്. ആദ്യം ആരോഗ്യം. തിരുവനന്തപുരത്തെവിടെയും ഡോക്ടർ വീട്ടിലെത്തി ചികിത്സ നൽകുന്നു. ഫാമെഡിക്കോ അർജന്റ് കെയർ ക്ലിനിക് 24 മണിക്കൂറും സേവനം ലഭ്യമാണ്. വിളിക്കൂ 8590255025.